ആയുസ്സിന്റെ വേദമായ ആയുർവേദം ആധുനിക മനുഷ്യ സമൂഹത്തിൽ നിർണായകമായ സ്വാധീനശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് ഏറെ അവഗണിക്കപ്പെട്ട ഈ ശാസ്ത്രം ഇന്ന് തിരിച്ചുവരവിന്റെ ഔന്നിത്യത്തിൽ തന്നെയാണ്. ഈ സാധ്യത തന്നെയാണ് ആയുർവേദം നേരിടുന്ന കടുത്ത വെല്ലുവിളിയും. വ്യാപാരത്തിന്റെ അനന്ത സാധ്യതകളും ഉപഭോക്താവിന്റെ വിശ്വാസവും ചൂഷണം ചെയ്ത് ആയുർവേദം ഒരിക്കലും പറയാത്ത ചികിത്സകൾ വരെ വ്യാജ ആയുർവേദ കമ്പനികൾ പാരമ്പര്യത്തിന്റെ പൊള്ളു പറഞ്ഞ് ചൂടപ്പം പോലെ വിറ്റഴിക്കുകയാണ് വിപണിയിൽ. അങ്ങനെ കാശ് കളഞ്ഞ് രോഗം മാറാതെ ആയിരക്കണക്കിന് രോഗികളാണ് ഇത്തരം വ്യാജതന്ത്രങ്ങളിൽ വീണ് ഉഴലുന്നത്. ആയുർവേദം പോലെ പ്രചാരം നേടാത്ത ഒരു ചികിത്സാവിധി കൂടിയുണ്ട് നമുക്ക്. നമ്മുടെ കാടുകളിലെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണത്. അതാണ് ആദിവാസി വംശീയ ചികിത്സ. കാടുമായി ബന്ധപ്പെട്ട മനുഷ്യർ തങ്ങളുടെ ആരോഗ്യത്തിനും അസുഖങ്ങൾക്കുമായി കണ്ടെത്തിയ മരുന്നുകൂട്ടുകൾ ഇന്ന് നാഗരിക മനുഷ്യർ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തു തുടങ്ങുകയാണ്. അതിന്റെ അമ്പരപ്പിക്കുന്ന ഫലപ്രാപ്തി വംശീയ ചികിത്സയ്ക്ക് വലിയ ഇടങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ PR.G. മാത്തൂരിന്റെ കുഴൽമന്നത്തെ മാത്തൂർ പഞ്ചായത്ത് അഗ്രഹാരത്തിലുള്ള വീട് ആദിവാസി വംശീയ ചികിത്സയുടെ ഗുണഫലങ്ങൾ സമൂഹത്തിന് പകരാനുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. നിരവധി രോഗികളാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കകം വംശീയ ചികിത്സയുടെ ഗുണഫലങ്ങൾ ഇവിടെയെത്തി അനുഭവിച്ചറിഞ്ഞത്. സാഹിബിന്റെ പേരെന്താ പറഞ്ഞു? അബ്ദുൽ ഖാദർ. എവിടെയായിരുന്നു ജോലി? ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ എത്ര കൊല്ലം? ഗൾഫിൽ 15 വർഷം. എന്താണ് ഇപ്പൊ സൂക്കട് പറയുന്നത്? ദേഹം വീങ്ങിയിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ കണ്ടത് യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഒരു കട തുടങ്ങി. അപ്പൊ കട തുടങ്ങി എല്ലാം ചെയ്യണമൊക്കെ നഷ്ടത്തിലായി. അപ്പൊ അങ്ങനെ മാനസികമായി തളർന്നു. അങ്ങനെ എനിക്കും പെട്ടെന്ന് രാത്രി കിടന്നു. എനിക്ക് എണിക്കാൻ പറ്റണില്ല. ഈ ഇടത് ഭാഗം കയ്യുകാലും വരാടായി. അങ്ങനെ ജൂബിലി മിഷനിൽ പോയി 15 ദിവസം ബോധമില്ലാതെ ഐസി കിടന്നു. തല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. തിയേറ്ററിൽ പോയി ഒപ്പിട്ടെല്ലാം കൊടുത്തു. ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സമയം പെട്ടെന്ന് ഞാൻ വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വാർഡിന് മാറ്റിയിട്ട് 1 മാസത്തോളം സ്വയബുദ്ധിയില്ല. അതായത് ഭ്രാന്തന്മാർ എന്തൊക്കെ പറയണോ എന്ത് കാട്ടണോ അതൊക്കെ ചെയ്തു. അതൊക്കെ 1 മാസം അവിടെ കിടന്ന് അത് കുറെ കൂടി നോർമലായി, ശരിയായി. ഈ സ്വയബുദ്ധി ഇല്ലാതെ ശരിക്കുള്ള ബുദ്ധി വന്നു. പക്ഷെ സംസാരം ക്ലിയർ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ചെറുതുരുത്തി റിസർച്ച് സെന്ററില്ലേ അവിടെ പോയി ആദ്യം 1 മാസം പോയി ഒഴിഞ്ഞു. അവര് പിന്നെ റെസ്റ്റ് വന്നു. പിന്നെ പിറ്റത്തെ മാസം പോയി പിന്നെയും ഒഴിഞ്ഞു വന്നു. ശാന്തിഗിരിയും പോയി. അവിടെ 15 ദിവസം അല്ലേ. പിന്നെ ഉഴിച്ചലിനും കിഴിക്കും ആഹാരത്തിനുള്ള കാശ് അത് 10-15 ഉറുപ്പിയോളം. അതുകൊണ്ട് അക്കുപഞ്ചറിന് 10-65,000. പാലക്കാട് കുന്നത്തൂർമേട്. ആദിവാസി വൈദ്യന്മാരുടെ ചികിത്സ എപ്പോഴാണ് തുടങ്ങിയത്? അത് തുടങ്ങിയിട്ട് ഒരാഴ്ചയായിരുന്നു. എങ്ങനെയുണ്ട്? അതായത് ഞാൻ ഇതിന് ഡബിൾ തടിയായിരുന്നു. സംസാരം ഇത്ര ക്ലിയർ ഉണ്ട് ഇല്ല? അന്ന് വരുമ്പില്ല. കുറച്ച് ക്ലിയർ ഇല്ല. ഇപ്പൊ ക്ലിയർ ആയി. സംസാരം തടി പോയതുകൊണ്ട് കുറെ ആശ്വാസം. നടക്കാൻ പറ്റുമോ? നടക്കാൻ ആയില്ല. പിന്നെ കൈകാലം നന്നായിട്ട് വിറച്ചല് അതുണ്ടോ? അപ്പം കൈകാൽ വരച്ചിൽ പോയില്ലേ? പോയി. അതായത് ചികിത്സയാണ് മറ്റേ ഇനിയിപ്പോ നാളെ പോവുമല്ലോ. അപ്പൊ പോയി ഒന്നും കൂടി ഒഴിഞ്ഞോളും. പൈസ ഒന്നും തരണ്ട കേട്ടോ. ആദിവാസിന്റെ മരുന്ന് വലിക്കോ നോക്കുക. പിന്നെ അള്ളാവിനെ വിളിക്കാം. അള്ളാവിനെ അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ നിങ്ങൾ പൈസനെ പറ്റി പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയണേ ഇവിടെ എത്തിയപ്പോ എനിക്ക് ആ പേടിയില്ല. കാരണം നിങ്ങളുണ്ട് എനിക്ക്. തന്റെ ചികിത്സയെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ചെല്ലി വൈദ്യർ. രോഗിയോട് അവർ പറഞ്ഞത്,
നിങ്ങളുടെ വർഷങ്ങൾ പഴക്കമുള്ള അസുഖം മാറ്റിത്തരാം. മാറുമ്പോൾ നിങ്ങൾ സന്തോഷപൂർവ്വം എനിക്ക് 15,000 രൂപ തരികയും ചെയ്യും. തീർച്ച. ഇല്ലാത്ത അവകാശവാദങ്ങൾ പറഞ്ഞ് മാറാത്ത രോഗത്തിന് കാശ് വാങ്ങാൻ ഈ ആദിവാസി വൈദ്യർ തയ്യാറല്ല. ആദിവാസി വൈദ്യത്തിന്റെ പെരുമ കൂടി നിലനിർത്താൻ അവർ ശ്രദ്ധിക്കുന്നു. ചെല്ലി വൈദ്യരുടെ മറ്റൊരു രോഗി കൂടി തന്റെ അനുഭവം പറയുന്നത് കേൾക്കാം. എന്റെ പേര് TK നായർ, എവിടെ സ്ഥലം? കൊടുവായൂർ. തിരുവനന്തപുരത്ത് വെച്ചിട്ട് 1992 എനിക്ക് ഈ റബ്ബറിൽ മിക്സ് ചെയ്യുന്ന സൾഫർ എന്നുള്ള പൗഡർ ശ്വസിച്ച കാരണം ദേഹത്തിൽ സ്കിന്നിന് അലർജി വന്ന് ഈ തലയുടെ പിൻഭാഗത്തിൽ നിന്ന് മുടി പോവുകയും കൃമികടി എന്നുള്ള ഒരു സൂക്കട ആരംഭിക്കുകയും ചെയ്തു. അതിന് നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചു. അലോപ്പതി ചികിത്സ 92 മുതൽ തുടങ്ങിയിട്ട് ഇത്രയും കാലം എനിക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല. അതിലിടയ്ക്ക് ഒരു സന്യാസി, കൈരളി TVയിൽ പ്രഭാഷണം നടത്തുന്ന ഒരു സന്യാസി വരിക, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് 3 മാസത്തെ ചികിത്സ ചെയ്തു. അയാൾ പറഞ്ഞു സൂക്കട് മാറും എന്നല്ലാതെ എനിക്ക് യാതൊരു അസുഖത്തിന് യാതൊരു ശമനം കിട്ടിയില്ല. പിന്നീട് അയാളുടെ ഈ അലോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് വീണ്ടും മടങ്ങി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം, അതായത് എന്റെ തൊടയുടെ 2 ഇടുക്കുകളും കക്ഷങ്ങളും തലയുടെ പിൻഭാഗത്ത് ഒരു ചെറിയൊരു ഉണലുണ്ട്. ആ ഉണലും തലയിൽ നിന്നാണ് ഈ കൃമികൾ 2 ഭാഗത്തു കൂടെ ഇറങ്ങുന്നത്. 2 വാരിയലിൽ കൂടെ ഇറങ്ങിയിട്ട് ഇടുപ്പിന്റെ 2 സൈഡും ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചൽ. ആ ചൊറിച്ചൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാനാഭിമാനങ്ങളൊന്നുമില്ല. അത്ര അത് ഏത് സഭയിലാണെങ്കിലും ചൊറിയും. അങ്ങനെയാണ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് മാത്തൂരിൽ ഇങ്ങനെ അട്ടപ്പാടിയിൽ നിന്നുള്ള ചെല്ലി വൈദ്യരും രംഗിയമ്മ വൈദ്യരും വരുന്നുണ്ട്, ഇവിടെ ചികിത്സിക്കുന്നുണ്ട്, ശനി ഞായർ ദിവസങ്ങളിൽ ചികിത്സിക്കുന്നുണ്ട് എന്നുള്ള അറിവ് കിട്ടിയിട്ടാണ് ഇവിടെ വന്നത്. ചെല്ലിയക്ക എന്ന് പറഞ്ഞിട്ടുള്ള വൈദ്യരുടെ മരുന്ന് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് 20 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 20 ദിവസത്തിലേക്ക് മറ്റേ ആ ചൊറിച്ചിലിന്റെ അസുഖങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ മുഖത്തിന് ചെറിയൊരു കോട്ടുണ്ടായിരുന്നു, കോട്ടത്തിന് വളരെ ശമനം വന്നു ഇവരുടെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം. ഇത് പരിപൂർണമായിട്ട് സുഖപ്പെടുന്നതാണ് എന്റെ ഇതായിട്ടുള്ള വിശ്വാസം. അദ്ദേഹത്തിന്റെ മകന്റെ അമിതഭാരം കുറയ്ക്കാനും ആദിവാസി വംശീയ ചികിത്സ കൊണ്ട് കഴിഞ്ഞു. രംഗിയമ്മയായിരുന്നു വൈദ്യർ. വന്നിട്ട് മരുന്ന് കൊണ്ടുപോയേ അച്ഛ പറഞ്ഞു തടി ഭയങ്കര ഓവർ തടിയാണ്, നല്ലോണം നീരുണ്ട്, അതിനെ പറ്റിയ മരുന്നുണ്ടോന്ന് ചോദിച്ചു. എന്റെ മകന്റെ പ്രസന്നകുമാറിന്റെ വയറിന്റെ അളവ് 40.5 ഇഞ്ചായിരുന്നു. ആ 40.5 ഇഞ്ച് ഇപ്പോ ഈ 15 ദിവസം 20 ദിവസത്തെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പോ 37.5 ഇഞ്ചേ ഉള്ളൂ. ഒരു കിടപ്പ് രോഗിയെ ചികിത്സിച്ചതിന്റെ അനുഭവങ്ങൾ വ്യക്തമാക്കുകയാണ് രംഗി, ചെല്ലിയമ്മ, പൊന്നുസ്വാമി എന്നിവർ. രോഗി തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. എനിക്ക് കൈയും കാലും വരാത്തൊരു അസുഖമായിരുന്നു. അത് രംഗിയമ്മ, ചെല്ലിയമ്മ, പൊന്നുസ്വാമി എന്നിവരെ കൂടി തിരുമ്മി ഒരു 6 ദിവസം തിരുമ്മി. 6 ദിവസം തിരുമ്മിയപ്പോ കുറെ സമാധാനം കിട്ടി. ഇപ്പോഴും തൈലം തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ കൂടുതൽ സമാധാനം തോന്നുന്നുണ്ട്. അസുഖം ഒരു 75% മാറ്റമുണ്ട്, കുറെ സമാധാനമുണ്ട്. അച്ഛനെ നോക്കുമ്പോ അന്നത്തെ മാരല്ല ഇപ്പൊ കുറച്ച് 10 ദിവസം എണിച്ച് നടക്കുന്നത് കൊണ്ടാ. കഞ്ഞില്ലാണ്ട് വെള്ളം അല്ലാണ്ട് അങ്ങനെ ഇരുന്ന് കുറേശ്ശെ കുടിക്കുള്ളൂ. വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടോ ഇരുന്നു. അതിന് നമ്മൾ തിരുമ്മി ഊഞ്ഞു വിട്ടു. ഒരു 10 ദിവസം ഞങ്ങൾ 1 കൊല്ലം വരെ 2 കൊല്ലം വരെ നിൽക്കട്ടെ, ഞങ്ങൾ കണ്ടുകൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് അച്ഛനെ ഞങ്ങൾ ഇതുവരെ ഇനി ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ച് നടക്കുന്നുണ്ട്. സാത്തിയമ്മയ്ക്ക് മാത്തൂരിലെ ചികിത്സയ്ക്കിടെ ഉണ്ടായ അനുഭവം ഇങ്ങനെ. എന്താ നിന്റെ പേര് പറ? ദിനേശ്. എത്രല്ല പഠിക്കുന്നത്? 6 ഈ സാത്തി വൈദ്യരുടെ മരുന്നാണ് കഴിക്കുന്ന മോൻ? അതെയാ?
വ്യത്യാസമുണ്ടോ നിനക്ക്? ജന്മത്തിൽ വന്നത് ഇപ്പൊ കുറവായിട്ട് വരുന്നു. വെള്ളം ഒലിച്ചത് ഇപ്പൊ കുറച്ച് കുറവ് പറ്റുന്നില്ല, മതിയായിട്ട് ഇപ്പൊ സംസാരിക്കാനായിട്ടില്ല. ഇപ്പൊ സംസാരിക്കാനായിട്ടേ ഉള്ളൂ, ജന്മത്തിലുള്ളതാണ്. പിന്നെ വായിന്ന് വരുന്ന വെള്ളം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. വർഷമായിട്ട് ഈ മറ്റേ വീക്കം, അതായത് ഈ ഒരു ഭാഗം ഈ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ധാരാളം വീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ പല എണ്ണതേക്കും ചിലപ്പോൾ കുറച്ച് കുറയും, പിന്നെയും ആ നിലയ്ക്ക് തന്നെ വരും. ഇപ്പോൾ തന്നെ 5-8 ദിവസമായിട്ട് ഇവരുടെ എണ്ണ അത് വളരെ നല്ല നിലയ്ക്ക്, അതായത് ഇപ്പോൾ വൈകുന്നേരത്തെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ ശരിക്കും അത് ആ നീര് മുഴുവൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ എഫക്റ്റീവാണ് തോന്നുന്നുണ്ട്. പിന്നിപ്പോൾ ഒരു 4-5 ഉഴിച്ചൽ നടത്തി പൊന്നിച്ചാമി. ആ ഉഴിച്ചലിലിപ്പോൾ ആയുർവേദത്തിന് ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം, ഇവർ വളരെ ഈ പണ്ടത്തെ മർമ്മ ചികിത്സ മാതിരി കൂടുതൽ ഈ ശക്തിയോട് കൂടിയിട്ടാണ് ഇവരുടെ ഉഴിച്ചൽ. അതായത് പിന്നെ നടക്കുന്ന സമയത്ത് ഒരു പിടുത്തം ഉണ്ടായിരുന്നു. അപ്പം നോണ്ടാലാണോ എന്നുള്ള നോണ്ടൽ മാതിരി വേറെ ആൾക്ക് തോന്നും. ഇപ്പം അതില്ല. ഇപ്പം ഈ 1-2 ദിവസം എണ്ണ തേച്ചാൽ തന്നെ അപ്പം തന്നെ അതില്ല. അപ്പം ശരിക്കും ഈസി ആയിട്ട് നടന്നു പോകാവുന്ന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദിവാസി വിഭാഗമായ മുടുക സമുദായത്തിലെ രംഗി, ഇരുള സമുദായത്തിലെ സാത്തി വൈദ്യർ, ചെല്ലി വൈദ്യർ എന്നിവരാണ് ഇവിടെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഏറിയ അവകാശവാദങ്ങൾ പറയാതെ ജീവിതവും ജീവിത രീതിയും തന്ന അറിവിന്റെ വെളിച്ചത്തിൽ ഇവർ രോഗങ്ങളെ തൊട്ടറിയുകയാണ്. പ്രകൃതി കനിഞ്ഞ വനവിഭവങ്ങളുടെ കരുത്തിൽ രോഗങ്ങൾക്ക് മരുന്ന് എന്ന പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുന്നു. തലയ്ക്കുള്ള അങ്ങനെ കാര്യം പറഞ്ഞു. ഈ ദേഹത്തുള്ള തൈലത്തിന് എത്ര വീതമാണ്? അത് ഒരു 80 വീതം കൂട്ടും. 80 വീതം ചെടികളുടെ വള്ളികളുടെ മരത്തിന്റെ തോലുകളും കുറെയൊക്കെ ഇടിച്ച് പൊടിച്ച് എടുത്തിട്ട് എണ്ണ നന്നായിട്ട് തളിച്ചിട്ട് മൂപ്പിച്ച് എടുത്തിട്ട് 80 ചെടികളുടെയും എത്ര ചെടിയുടെ പേരുകളാണ് ഉപയോഗിക്കുന്നത്? ചെടി ഞാൻ പറയത്തില്ല, പേര് പറയണ്ട. എത്ര ചെടികള്? മരം എത്രത്തെ? മരത്തിന്റെ ഒരു 10 തോലും, പിന്നെ ഈ വള്ളിന്റെ ഒരു 10-25 ഉണ്ടാവും. വള്ളികളൊക്കെ വേരും ചൊല്ലിയെടുക്കും. പിന്നെ കുറെ എണ്ണകളൊക്കെ ഞാൻ കൂട്ടും. ചെടി ഒരു 15 ചെടി എടുക്കും. ചെടിന്റെ വേരും ഇലയും കൂട്ടി ഉപയോഗിക്കും. എന്നിട്ട് അത് എടുത്ത് കല്ലിലൊക്കെ കല്ലുരലാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്നുമില്ല, കറണ്ടില്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കണം. പിന്നെ ഓരോരോ സ്ഥലത്തില് ഓരോരോ മരുന്ന് ഇല്ലാതെ മരുന്നുകളൊക്കെ ഞങ്ങൾ പോയി തിരഞ്ഞെടുക്കണം. രാത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിരതം ഉണ്ടാവും. പിന്നെ ഞങ്ങള് ഇപ്പൊ ഇവിടെ നിന്ന് പോകും. തിങ്കളാഴ്ച ദിവസം ഞങ്ങൾ കുളിപ്പിച്ചിട്ട്, ഇല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം, ഇല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ എല്ലാവരും പുഴയിൽ പോയി മുങ്ങിയൊക്കെ കുളിച്ചിട്ട് ചന്ദനത്തിരി കൽപ്പൂരം കത്തിച്ച് ദൈവത്തെ ഓർത്തിട്ട് ദൈവത്തിന്റെ മുകളിലേക്ക് ഉള്ള മരങ്ങള് ഏത് ദൈവമായാലും, ഗണപതിയായാലും ഭദ്രയായാലും ശിവനായാലും പാർവതിയായാലും അവരുടെ സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് മരുന്നെടുക്കാൻ പോകും. ആദ്യം ആ മരത്തിന്റെ തോലും ഇലയോ എന്തെങ്കിലും എടുത്തിട്ടാണ് മൊത്തം മരുന്ന് ഞങ്ങൾ കൈതൊട്ട് കൊടുക്കും. ഞങ്ങൾ എപ്പോഴും ദൈവത്തെ തൊഴുതിട്ടാണ് മരുന്ന് എടുക്കുന്നത്. പൊടിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം ദൈവത്തോടെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. എത്ര വിധ എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഞാനാ എന്റെ മരുന്ന് ഒരു തൈലുള്ളൂ? ഒരു തലയല്ല, എന്റെ തലയിൽ തേക്കാനുള്ളത് തലവേദന. ശരി, തലയിൽ തേക്കുന്ന വിധമായിട്ടുള്ള തൈലങ്ങൾ രണ്ട് കൂട്ടാളു. തലയിൽ തേക്കുന്ന തൈലത്തിന് എത്ര വീതം മരുന്നാണുള്ളത്? അതിന് 60 മരുന്ന്. അത് തലിക്കണ. ദേഹത്തിലുള്ള എണ്ണയ്ക്ക് തൈലത്തിന് എത്ര കൂട്ടാ മരുന്ന്? 5 കൂട്ടുള്ളൂ. 5 കൂട്ടം മരുന്ന്. അത് വേരാണോ? അത് വേര് മാത്രം. പിന്നെ ഒരു ഇല. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി. മരത്തിന്റെ തോല്? മരത്തിന്റെ തോലില്ലേ, വെറു ചെടിയില് വേര്. അപ്പൊ മരത്തിന്റെ എടുക്കണില്ല. എന്റെ മരുന്നിലൊരു
നിലയായിട്ട് ഒരു 100 ചെടിന്റെ മരുന്നുകളൊക്കെ കാണും. പേരാണ് വേരും ഉണ്ട്, മരത്തിന്റെ തൊലികളും ഉണ്ട്, മരത്തിന്റെ ഒട്ടുകളൊക്കെ എടുക്കും. കുട്ടികളെന്ന് പറഞ്ഞാല് ഒട്ടി പിടിക്കുമല്ലോ, അതെല്ലാം പസ, അതെല്ലാം എടുക്കും ഞാൻ. കഴിച്ചിട്ടും കുട്ടികളില്ലാത്ത ഈ ലങ്കി വൈദ്യരുടെ ചികിത്സയിൽ അട്ടപ്പാടിയിൽ 1-2 പേർക്ക് കുട്ടികൾ ഉണ്ടായെന്നാണ് അവർ പറയുന്നത്. ഇവിടെ സാത്യ വൈദ്യർക്കും ഈ കുട്ടികളെ വന്ധ്യ ചികിത്സ വിദഗ്ധയാണ്. അട്ടപ്പാടി ആനക്കട്ടി കുലിക്കൂറാണ്. ഞാൻ വന്ധ്യത കേസ് നോക്കിയത് തൃശ്ശൂരിന്റെ അപ്പുറം പെരിങ്ങോട്ടുകര. എന്തിനാണ് വന്നെന്ന് ചോദിച്ചപ്പോ എനിക്ക് കുട്ടികളില്ല, 10 കൊല്ലാണെന്ന് പറഞ്ഞു. അയാള് ഇന്ദിരാ കോൺഗ്രസിൽ ഒരു തലവനാണ്. അപ്പൊ ഞാൻ മരുന്ന് കൊടുത്തപ്പോ അയാൾക്ക് ഇപ്പൊ കുട്ടിയുണ്ട്, ഇപ്പൊ നിലവിലുണ്ട്. ഞാൻ പെൺകുട്ടിയാ. നമ്മുടെ ഒറ്റപ്പാലത്ത് മായനൂർ കൊടുത്തവര് കല്യാണം കഴിഞ്ഞു. മേട്ടുപ്പാളയത്ത് കൊടുത്തവര് ഒരു 10-12 വയസ്സായി കുട്ടീന്. പിന്നെ ഞങ്ങളുടെ കോളാനിന്റെ അപ്പുറം ഒരു 2 ആൺകുട്ടിയാ, 2 കോളാനിയില്. അങ്ങനെ ഒരു 7-10 കുട്ടികൾ ഇപ്പോൾ ഉണ്ട് നിലവിൽ. തൃശ്ശൂർ മാത്രം 5 കുട്ടികളുണ്ട്. വിട്ടുമാറത്ത തലവേദന, ജലദോഷം, മൂക്കടപ്പ്, കഫക്കെട്ട്, പിന്നെ ശ്വാസം, പിന്നെ അങ്ങനത്തെ ചികിത്സ ഞാൻ എടുക്കും. ആ രോഗത്തിന് എടുക്കും. എള്ള്, തേയ്മാനം, മൂത്രക്കല്ല്, പിന്നെ ഈ പ്രമേഹം, പ്രഷർ, വാദം, അങ്ങനെ പല രോഗങ്ങളൊക്കെ നിങ്ങൾ ചിരിക്കും. പിന്നെ ഏതാണ് നിങ്ങൾ കൂടുതൽ ചികിത്സിക്കുന്നത് പറയും? ഞാൻ കൂടുതൽ ചികിത്സിക്കുന്നത് ഒന്ന് എള്ളു തേയ്മാന, പിന്നെ ഒന്ന് അൾസർ, ഷുഗർ, മുട്ടുവേന, നടുവേന. തളർവാദം, വാദം, ക്യാൻസർ, ഹെർണിയ, മഞ്ഞപ്പിത്തം, സോറിയാസിസ്, പ്രമേഹം, ശരീരവണ്ണം, ശരീരം മെലിച്ചിൽ, വന്ധ്യത, മൂക്കടപ്പ്, ചതവ്, ഉളുക്ക്, മൂത്രക്കല്ല്, മൂലക്കുരു, ആസ്മ, ശ്വാസം മുട്ടൽ, വയറുവേദന, വിട്ടുമാറാത്ത തലവേദന, അസ്ഥിയുരുക്കം, ത്വക്ക് രോഗം തുടങ്ങി നിരവധി രോഗങ്ങൾക്കുള്ള ചികിത്സ ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഡോക്ടർ PRG മാത്തൂർ ചെയർമാനായ മാത്തൂർ ഫൗണ്ടേഷനാണ് ചികിത്സാ കേന്ദ്രത്തിന് നേതൃത്വം നൽകുന്നത്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഇവിടെ രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട്. ഫലപ്രദമായ ഒരു ചികിത്സാക്രമത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നു എന്നതാണ് ഫൗണ്ടേഷൻ ഇതിൽ കാണുന്ന മികവ്. ഒരു ജീപ്പ് പിടിച്ച് മരുന്ന് ഇവിടെ കൊണ്ട് എത്തിച്ചു ചേർക്കാന് ഒരു 2300 രൂപ എന്റെ സ്ഥലത്തിൽ നിന്ന് ഇവിടെ വന്ന് സാറിന്റെ വീട്ടിലേക്ക് എത്തിക്കാന്. പിന്നെ ആ മരുന്ന് കൊണ്ടുവന്നിട്ട് പോരാ, ആ മരുന്ന് പൊടിക്കണം, പൊടിയാക്കണം, പിന്നെ അതിന്റെ പൈസ കൊടുക്കണം. പിന്നെ ഞങ്ങൾക്ക് ഊണും ഉറക്കം ഒന്ന് സാറ് ഞങ്ങളെ സഹായത്തിലേ പോകുള്ളൂ. ഞങ്ങൾ കുടിക്കാനുള്ള കഞ്ഞിനില്ല, കുടിക്കാനുള്ള വെള്ളത്തില് കുളിമുറി, കക്കുസുമുറി എല്ലാം സൗകര്യ ഞങ്ങളുടെ സാറിന്റെ കളവാണ്. പിന്നെ സാറിന്റെ കളവ് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇതിന്റെ വാടക എത്രയും, പിന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, വിളിച്ചു പറയാനുള്ളത്, നോട്ടീസ് അടിക്കാനുള്ളത്, എല്ലാ കളവും ഞങ്ങൾക്ക് ഞങ്ങളുടെ സാറാണ്. സാറിന്റെ സഹായത്തിലാണ് വരുന്നത്. സാർ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഒരു ആദിവാസിയാണ്. ദൈവങ്ങൾ, ആദിവാസിയുടെ ദൈവങ്ങൾ സാറിന്റെ അതുണ്ട്. നമുക്ക് ഈ സാറിന്റെ വീടല്ല, ഞങ്ങൾക്ക് അമ്മനേത്തിയുടെ കോട്ടയാണിത്. രോഗികൾക്ക് ഇവിടെ ചികിത്സ ഫോണിലൂടെ മുൻകൂട്ടിയും ബുക്ക് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പറുകൾ 04922 214423, മറ്റൊരു നമ്പർ 04922 214257, മൊബൈൽ 94471 35747. എന്താച്ചാൽ അർദ്ധനാരീശ്വരന്റെ മറ്റേ തട്ടകം, ആ തട്ടകത്തിൽ വെച്ച് ആണ് ഈ ചികിത്സ നടക്കുന്നത്. അതിന്റെ പ്രത്യേകത അതിനുണ്ട്. ആ വിശ്വാസം ഉണ്ടല്ലോ. ഇവരാണ് എനിക്ക്